ഹായ്, എല്ലാവർക്കും മലബാർ കിച്ചൺ ഡയമണ്ട് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു 4 മണി പലഹാരമാണ്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ്. ബ്രെഡ് നമ്മുടെയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തന്നെ ലൈക്കും ചെയ്യുക. നമുക്കിത് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ആദ്യം ഇതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് ചതച്ചെടുത്തതാണ്. അതൊന്ന് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണമൊന്ന് മാറ്റിയെടുക്കാം. എന്നിട്ട് ഒരു 2 ചെറിയ സവാള ഇതുപോലെ ചെറുതാക്കി നുറുക്കിയതൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള ഒന്ന് വഴന്ന് വരട്ടെ. പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് നമുക്കൊരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ് കേട്ടോ. നമ്മൾ ഈ കുട്ടികളൊക്കെ സ്കൂളിലിട്ട് വരുമ്പോൾ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയതാണ്. കോഴിമുട്ടയും ബ്രെഡൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാം അവർക്ക്. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ക്യാപ്സിക്കൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ 2 ചെറിയ പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഈ ഒരു ഡിഷിന് അധികം എരിവ് വേണ്ട കേട്ടോ. അപ്പോൾ ഞാൻ 2 ചെറിയ മുളക് എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് നോക്കിയിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ പച്ചമുളകിൻ്റെ ഒക്കെ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ തന്നെ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടിയും മുളകും മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ആ പൊടിയുടെ പച്ച ചുവയൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. സിമ്മിലിട്ടിട്ട് ചെയ്യുക. അപ്പം ഞാൻ ഉപ്പൊന്ന് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരുന്നു. കുറച്ചും കൂടെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 5 മുട്ട പുഴുങ്ങിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നാടൻ മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മറ്റേ മുട്ടയൊക്കെ ആണെങ്കിൽ വലിയ മുട്ട ഉണ്ടാവുമല്ലോ, അതൊക്കെ ആണെങ്കിൽ ഒരു 4 3 ഒക്കെ എടുത്താൽ മതി. ഞാനിത് നാടൻ മുട്ടയും കൊണ്ട് ചെറുതാണല്ലോ, അപ്പോൾ ഒരു 5 എടുത്തുന്നേ ഉള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ മുട്ടയിൽ ആ മസാലേൻ്റെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പിടിക്കണമല്ലോ, അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി നമുക്ക് ബ്രെഡ് എടുക്കാം. ബ്രെഡിൽ ഞാൻ അതിൻ്റെ ആ 4 സൈഡിൽ ആ ബ്രൗൺ കളറൊക്കെ ഒന്ന് കത്തി വെച്ചിട്ടൊന്ന് മുറിച്ച് മാറ്റുകയാണ്. അത് വേണ്ട, അത് നമുക്ക് വേണം, ബ്രെഡ് ക്രംസിനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് അതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പം ഞാൻ കുറച്ച് ബ്രെഡ് അതിൻ്റെ ബ്രൗൺ കളറൊക്കെ ഒന്ന് മാറ്റിയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഈ ബ്രൗൺ കളർ നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ ബ്രെഡ് ക്രംസും റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഞാൻ കുറച്ച് പച്ചവെള്ളം എടുത്തിട്ട് നമ്മൾ മുറിച്ച് വെച്ച ബ്രെഡ് ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് 2 സൈഡും നനച്ചതിന് ശേഷം കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ വെള്ളം നനവൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലേക്കാണ് ഞാൻ ആ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടൊന്ന് ബോളാക്കി എടുക്കുന്നത്. ഒന്ന് നനയ്ക്കണം, എന്നാലേ ഉള്ളൂ നമുക്ക് കയ്യിലങ്ങ് ഒതുങ്ങി കിട്ടുള്ളൂ, പൊട്ടാതായിട്ട് ബ്രെഡ് കിട്ടുള്ളൂ. അപ്പം ഞാനൊരു 2 ടീസ്പൂൺ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന്
4 സൈഡൊന്ന് ഇതുപോലെ കൂട്ടി കൊടുത്തതിന് ശേഷം ഒരു ബോൾ പോലെ ആക്കിയെടുക്കാം. പൊട്ടാതെ വേണം നമ്മൾ ഇതുപോലെ ബോളാക്കി എടുക്കാൻ. എന്നിട്ട് ഇതുപോലെ ബ്രെഡ് ക്രംസിലൊന്ന് ഇട്ടതിന് ശേഷം നല്ല പോലെ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ടിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ബാക്കി എല്ലാതും ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഒരു ബോളായിട്ടുണ്ട്, ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഞാനിവിടെ എല്ലാതും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനിത് എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കേ വേണ്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഓയിലൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓരോന്നിട്ടതിന് ശേഷം നമുക്ക് വറുത്തെടുക്കാം. ഇതിപ്പോൾ സിമ്മിലിട്ടിട്ട് ചെയ്തെടുക്കുക. ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ സിമ്മിലിട്ടിട്ട് ചെയ്യാൻ നോക്കുക. പിന്നെ ഫില്ലിംഗ് ആണെങ്കിലും കുക്കാവാനില്ല, അപ്പോൾ സിമ്മിലിട്ട് തന്നെ ചെയ്തെടുക്കുക. ആ ബ്രെഡ് ക്രംസിൻ്റെ ആ ഒരു ബ്രൗൺ കളറ് മാത്രം വന്നാൽ മതി. അപ്പോൾ ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. സിമ്മിലിട്ട് തന്നെ ചെയ്തെടുക്കുക കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇനി ബാക്കി എല്ലാതും ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡും മുട്ടയും വെച്ചിട്ടുള്ള ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ് കേട്ടോ ഈ ഒരു 4 മണി പലഹാരം. കട്ടൻ്റെ ഒപ്പം കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ അടുത്തൊരു ഡിഷായിട്ട് വീണ്ടും കാണാം. Thank you.